ശ്രീ സർ, പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബി ജെ പിയുടെ ഒരു വലിയ പരാജയം നമ്മൾ മുന്നിൽ കണ്ടു. ആ പരാജയത്തിന് ശേഷം ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ വരുന്നു. കെ സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ബി ജെ പിയിലെ പല നേതാക്കന്മാർക്കെതിരെ, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ ഒക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇതേ സമയം സുരേന്ദ്രനെതിരെ പ്രവർത്തകർ പോലും തെറിവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ നേരെ തിരിച്ച് പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർക്കെതിരെയും ശോഭാ സുരേന്ദ്രനെതിരെയും ഒക്കെ സുരേന്ദ്രൻ പക്ഷവും രംഗത്തെത്തിയിരിക്കുന്നു. അവർ വോട്ട് മറിച്ചതാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ ഇന്ന് മാധ്യമങ്ങളിൽ നടക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പരാജയത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രൻ്റെയും അതുപോലെ കൗൺസിലർമാരുടെയൊക്കെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാൻ അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുമോ? നിശ്ചയമായും കഴിയില്ല പാർഥൻ. അത് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചത് പാലക്കാട് ക്യാമ്പ് ചെയ്തിട്ട് ശ്രീ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം എത്ര സമയമാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചത്, അദ്ദേഹം എത്ര സമയമാണ് ചേലക്കരയിൽ ചെലവഴിച്ചത്, അദ്ദേഹം എത്ര സമയം പാലക്കാട്ട് ചെലവഴിച്ചു എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എവിടെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അദ്ദേഹമാണ് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ പറഞ്ഞത്, ബി ജെ പിയുടെ അജണ്ട സെറ്റ് ചെയ്തത്, സമ്മേളനങ്ങൾ നടത്തിയത്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നു, ശരിയാണ്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, കാരണം ഞാനാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ അവിടെ പറയുന്നിടത്ത് ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ ചോദ്യം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബി ജെ പിയെ വിമർശിക്കുന്ന ആൾക്കാരെ മുഴുവനും ഇന്നത്തെ പത്രസമ്മേളനത്തിലടക്കം ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? ഇവരെല്ലാം കോൺഗ്രസ് സ്പോൺസേഡാണ് എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ വേണ്ടി സംസാരിക്കുന്ന നിരീക്ഷകരുണ്ടാകുന്നു, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ഓൺലൈൻ പത്രപ്രവർത്തകരുണ്ടാകുന്നു, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന മറ്റു മാധ്യമ പ്രവർത്തകരുണ്ടാകുന്നു. ഇങ്ങനെ എല്ലാത്തിലും ഒരു കോൺഗ്രസ് മയം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രീ കെ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ശ്രീ ശിവരാജൻ ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗമാണ്. കോൺഗ്രസ് ആണോ? കോൺഗ്രസ് പണം കൊടുത്ത് പറയിപ്പിക്കുകയാണോ? അല്ല. രണ്ട്, അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഞങ്ങളത് നേതൃത്വത്തിനെ അറിയിച്ചതാണ് എന്നും അത് പരിഗണിക്കപ്പെട്ടില്ലായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് പാലക്കാട് നഗരസഭ അധ്യക്ഷയാണ്. പാലക്കാട് നഗരസഭ ബി ജെ പിയുടേതാണ്, അധ്യക്ഷ ബി ജെ പി ആണ്, കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ഇതുവരെ, പ്രത്യേകിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെയും ശ്രീ കെ സുരേന്ദ്രൻ പരസ്യമായി പറയുന്നത് ഇതെല്ലാം ഒരു കോൺഗ്രസ് അജണ്ടയാണ് എന്നാണെങ്കിൽ, ശ്രീ ശിവരാജനും അവിടെയുള്ള ശ്രീമതി പ്രമീളയും ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാവരും കോൺഗ്രസ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ആരോപണത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അടവ് നയം എന്ന രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ശരി, നല്ല കാര്യമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചു, പരാജയപ്പെട്ടു, പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം, ഈ ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുകൂല നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഓൺലൈൻകാരും ഒപ്പം ബി ജെ പിയുടെ പാലക്കാട്ടുള്ള നഗരസഭാ അധ്യക്ഷയും ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗവും അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ്. ആ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ഒരു കാര്യം, ഞങ്ങൾ 3 ആൾക്കാരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 4 മണിക്കൂർ നേരം ഇവരുടെ ഗുണദോഷങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഈ 3 പേരുകളും കേന്ദ്ര നേതൃത്വത്തിന് അയച്ചു. അതിൽ തന്നെ ഞങ്ങളൊപ്പം ഒരു നോട്ട് ഉള്ളടക്കം ചെയ്തു. ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ 2 പേർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധരല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ ഈ 3 പേരുകൾ കൊടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്താ? നിങ്ങൾ 3 പേരുകൾ നൽകുകയാണ്. ഞാനിപ്പോൾ പാർത്ഥൻ്റെ അടുത്തേക്ക് ഒരു ജോലി വേണം, 3 ആൾക്കാരെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞ് 3 ആൾക്കാരെ കൊണ്ടുവരുന്നു. അതിലൊരാളിൻ്റെ പക്കലൊരു കത്തുണ്ട്. അതായത് ആദ്യം വരുന്ന 2 പേരും ഈ പരിപാടിക്ക് കൊള്ളുന്ന ആൾക്കാരല്ല, അവർക്ക് ഈ ജോലിയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പാർത്ഥൻ പരിഗണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ആ 3ാമത്തെ ആളിനെയാണ്. ഇവിടെ ആ 3ാമത്തെ ആൾ ശ്രീ കൃഷ്ണകുമാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ താല്പര്യമില്ലാത്ത 2 പേരുടെ പേര് വെച്ചതിന് ശേഷം എന്തിനാണ് ഈ 3ാമത്തെ ഒരാളിൻ്റെ പേര്? അപ്പോൾ ഇഫക്റ്റീവ്ലി 3 പേര് കൊടുത്താൽ അതിലൊരു പേര് മാത്രമേ പരിഗണിക്കാവൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണോ ഇത് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നോമിനിയാണ്, അല്ലെങ്കിൽ ആ കൂട്ടരുടെ നോമിനിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ജനങ്ങളെയും അണികളെയും പൊട്ടന്മാരാക്കുകയാണ് എന്നതാണ് ചുരുക്കം, അല്ലേ? അല്ല, നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ. കോമൺ സെൻസ് ഇല്ലാത്ത പ്രസ്താവനകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിലെ യുക്തി എവിടെയെന്ന് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ CPM-കാരോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് യുക്തിസഹമായി നമ്മൾ പറയുമ്പോൾ അവർ നമ്മളെ സംഘി എന്ന് വിളിക്കും. അപ്പോൾ ഈ സംഘി എന്ന് വിളിക്കുമ്പോൾ ഇപ്പോൾ BJP-യുടെ അധ്യക്ഷൻ പറയുന്ന കാര്യത്തിലെ യുക്തിരാഹിത്യം ചൂണ്ടിക്കാണുന്ന സമയത്ത് അദ്ദേഹം തിരിച്ച് നമ്മളെ കോൺഗ്രസ് എന്ന് വിളിച്ചുകൊണ്ടായോ? ഞാൻ പറയുന്നത് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന പ്രശ്നം ഇവിടെയാണ്. ഞാനിനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. അപ്പോൾ രണ്ടുപേര് ഓൾറെഡി താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ആളിന് താല്പര്യമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ മൂന്നാമത്തെ ആളെക്കുറിച്ച് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? അവസാന നിമിഷം വരെ താൻ മത്സരരംഗത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷടാ പാടെ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 3 പേർക്കും ഇത് വേണ്ടെന്നാണ് അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യുന്ന? അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇല്ല നിങ്ങൾ മത്സരിക്കൂ, അതാണ് പാർട്ടി തീരുമാനം. ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റ് 2 പേരുകാരോട് ഇങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടോ? അവരോട് പറഞ്ഞോ ഇതാണ് പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരാളിനോട് പറഞ്ഞത് മാത്രമേ അദ്ദേഹം ഇവിടെ പറയുന്നുള്ളൂ. ശരി, ഇനി അതിനടുത്തതായിട്ട് ഈ ഇദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ആൾ നിൽക്കണം. അതിന് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. ഗത്യന്തരമില്ലാതെ ഞങ്ങൾക്ക് C. കൃഷ്ണകുമാറിനോട് മത്സരിക്കാൻ പറയേണ്ടി വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാർത്ഥൻ, BJP-യുടെ A ക്ലാസ് മണ്ഡലം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചുരുക്കം വോട്ടിന് മാത്രം പരാജയപ്പെട്ട മണ്ഡലം, ആ മണ്ഡലത്തിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് മത്സര സന്നദ്ധരായിട്ടുള്ള 3 ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ആദ്യമേ തന്നെ താല്പര്യമില്ല എന്ന് പറയുന്ന 2 പേർ, അവസാനം വരെയും താല്പര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ച് അദ്ദേഹം തന്നെ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ച് അദ്ദേഹം തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഗത്യന്തരമില്ല എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ മത്സര സന്നദ്ധരായിട്ടുള്ള 3 ആൾക്കാരുടെ ലിസ്റ്റ് കൊടുക്കണമായിരുന്നു. അതിൽ നിന്ന് കേന്ദ്രം തീരുമാനിക്കണമായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പാർത്ഥനോട് പറഞ്ഞിരിക്കുന്ന 3 പേരെ അയച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ലിസ്റ്റാണത്. ഇനി ഈ മറ്റ് 2 പേര് ആരാണ് എന്നുള്ളൊരു ചോദ്യമില്ലേ? ഈ മറ്റ് 2 പേര് ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇല്ലില്ല അതൊന്നും പറയില്ല എന്നാണ് പറയുന്നത്. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിന് അദ്ദേഹം റിവീൽ ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും അനുകൂല സാഹചര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, BJP-യുടെ A ക്ലാസ് മണ്ഡലം, കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലം, ആ മത്സരത്തിന് തയ്യാറാവാത്തത് ആരാ? ആ ആളാരാന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ആ ആൾക്കാർ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടില്ലേ? എന്താ അവരുടെ പേടി? തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്നതാണോ? അപ്പോൾ ഇവരെല്ലാം നേരത്തെ നിന്ന് ജയിച്ചിരിക്കുന്ന ആൾക്കാരാ? അല്ലല്ലോ. ഇനി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ സപ്പോസ് ആ പേരുകൾ MT രമേശ് എന്നോ ശോഭാ സുരേന്ദ്രൻ എന്നോ ഇനി K സുരേന്ദ്രൻ എന്ന് തന്നെ ആയിക്കോട്ടെ, അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിനു മുമ്പ് ഇവരാരും മത്സരിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിലാരെങ്കിലും പാലക്കാട്ട് തന്നെ മത്സരിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കോമൺ സെൻസ് വെച്ച് വളരെ വളരെ കുറവാണ്. ഈ ആൾക്കാരൊക്കെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ പറ്റുന്ന, എന്നാൽ അവിടെ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ആ 2 പേർ ആരാണ് എന്നുള്ളത് പറഞ്ഞാൽ പിന്നീട് അവർ തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്തും ആൾക്കാർ ചോദിക്കില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമൊക്കെ വന്നു തുടങ്ങിയോ? അന്നെന്താ താല്പര്യം ഇല്ലാതിരുന്നത്? ഇനി മാധ്യമങ്ങൾ അവരോട് ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞാലോ ആര് പെട്ടുപോകും? അല്ലേ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു കോമൺ സെൻസിൻ്റെ കുറവുണ്ട്. ആ കോമൺ സെൻസാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് പേടിച്ചൊന്നും ഇവിടെ ആരും നിൽക്കാനൊന്നും പോകുന്നില്ല. ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും, അല്ലേ? അതല്ല എങ്കിൽ ഈ പറയുന്ന കാര്യം പറയണം. അവിടെ മത്സര സന്നദ്ധരായിട്ട് നിങ്ങൾക്ക് 3 പേരെ കിട്ടിയില്ലേ? 2 പേർ തയ്യാറായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആൾ തയ്യാറായിരുന്നു എന്നാണല്ലോ അതിനർത്ഥം. അല്ലെങ്കിൽ 3 പേരും ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. എന്നിട്ട് പറയുകയാണ് ആ മൂന്നാമത്തെ ആളും തയ്യാറായിരുന്നില്ല എന്ന്. എന്നിട്ട് പറയുന്ന വേറൊരു കാര്യമുണ്ട്, അത് വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി അദ്ദേഹത്തിൻ്റെ പേര് മൂന്നാമത്തെ ആളും മത്സര സന്നദ്ധനല്ല എന്ന രീതിയിലത്തേക്ക് ആ പേരും കൂടി വെട്ടി അങ്ങോട്ട് അയക്കണ്ടല്ലോ എന്ന് വെച്ചാൽ എന്താ? 2 പേര് ഇതിനകത്തിൽ ഓൾറെഡി വെട്ടിയതിന് തുല്യമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. മൂന്നാമത്തെ ആളിനും താല്പര്യമില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ ഇഫക്റ്റീവ്ലി 3 പേരും വെട്ടിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തിനാ ഇൻഡാസ് ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നത് എന്ന് വെച്ചാൽ ആ 2 പേരും ഞങ്ങൾ ഇൻഡയറക്ട്ലി പറയുകയാണ് വെട്ടിയതാണ്, മൂന്നാമത്തെ പേരാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില ആൾക്കാരുടെ നോമിനിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ നോമിനിയാണ് എന്ന് പറയുന്നത് ആരാ? ആ നോമിനിയാണ് എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ ഈ നഗരസഭാ അധ്യക്ഷ പറയുന്നതിനെ വില കുറച്ച് കാണരുത്. കാരണം അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭാ മേഖലകളാണ്. ആ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ആളാണ് പറയുന്നത്, അധ്യക്ഷയായിരിക്കുന്ന ആളാണ് പറയുന്നത്, ഇദ്ദേഹം ആയിരുന്നില്ല ഇവിടെ വരേണ്ടത്, ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിൽ പ്രശ്നമുണ്ടായിരുന്നു, മറ്റാരെങ്കിലും ഒരു കാര്യം, ഈ
ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീടുകൾ കയറാൻ പോയ സമയത്ത് ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൃഷ്ണകുമാറിനെ അല്ലാതെ വേറെ ആരെയും നിർത്താനാവുന്നില്ലേ, മറ്റാരുമില്ലേ എന്ന ചോദ്യം ഞങ്ങളോട് പലരും ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാര്യം ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് ഈ പറയുന്ന അധ്യക്ഷ വളരെ കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ ശിവരാജൻ, ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള, പാലക്കാട്ടെ നേതാവായിട്ടുള്ള ശിവരാജൻ ഇന്ന് ഈ കൃഷ്ണകുമാറിനെയും അതുപോലെ തന്നെ രഘുനാഥിനെയും ഒക്കെ എടുത്തിട്ട് അലക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെളിച്ചത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ ബി.ജെ.പി വിജയിക്കണമോ, അതായത് ബി.ജെ.പിയുടെ പരമ്പരാഗതമായിട്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ബി.ജെ.പിയുടെ വോട്ടുകൾ കുറഞ്ഞു പോയിരിക്കുന്നു, 10,000-നടുത്ത് വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട് അവസാന നിമിഷമെങ്കിലും ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിൽ അണികൾ നിൽക്കുമ്പോൾ അതിനെ ആകപ്പാടെ നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് സംസ്ഥാന നേതൃത്വം നിന്നു. ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം വരണമെന്ന ചിന്തയുടെ പുറത്ത് അണികൾ വളരെ രോക്ഷാകുലരായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നഗരസഭാ അധ്യക്ഷ അങ്ങ് പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമുള്ളതാണ് അല്ലേ? നിശ്ചയമായും. കാരണം നമ്മൾ ഈ നഗരസഭാ മേഖല മാത്രം നോക്കിക്കോളൂ. നഗരസഭാ മേഖല മാത്രം നോക്കിയാൽ 2024 ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ മേഖലയിൽ ബി.ജെ.പിക്ക് പോൾ ചെയ്തിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ശ്രീ വി.കെ. ശ്രീകണ്ഠനേക്കാൾ 497 വോട്ട് മാത്രമാണ് കൂടുതൽ. 3.5 വർഷം മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഇ. ശ്രീധരൻ മത്സരിക്കുമ്പോൾ അതുണ്ടായിരുന്നത് 6000-ൽ പരം ഭൂരിപക്ഷം ബി.ജെ.പിക്ക് അനുകൂലമായിട്ടാണ്. ഇപ്പോൾ 6-7 മാസം മുമ്പ് അല്ലെങ്കിൽ 4-5 മാസം മുമ്പ് ബി.ജെ.പിക്ക് ഒരു 500 വോട്ടിൻ്റെ എങ്കിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഏതാണ്ട് 3500-4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ഭാഗം. 2, ഈ സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സി കൃഷ്ണകുമാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2016 മുതൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരെ ബി.ജെ.പിക്ക് അടിസ്ഥാന വോട്ടുകൾ 40,000-ഓളമാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. അത് കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബേസ് വോട്ടുകളിൽ കുറവുണ്ടായിട്ടില്ല. ഞങ്ങളുടെ ബേസ് വോട്ടുകൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഇതിൽ കൂടുതൽ ബേസ് വോട്ടുകൾ അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ 40,000 വോട്ട് മതിയോ അവിടെ ജയിക്കാൻ? ബി.ജെ.പി എന്തിനാണ് അവിടെ മത്സരിക്കുന്നത്? ചുമ്മാ ആൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ശക്തി പ്രകടനമല്ലല്ലോ. ബി.ജെ.പി അവിടെ മത്സരിക്കുന്നത് എന്തിനാണ്? അവർ ജയിക്കാനാണ്. അപ്പോൾ 40,000 വോട്ട് എന്ന് പറയുന്ന ബേസ് വോട്ട് മാത്രം കിട്ടിയാൽ ജയിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. 2021 ശ്രീ ഇ. ശ്രീധരൻ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് പേഴ്സണൽ വോട്ട് കിട്ടി. കാരണം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെതാണ്. രാഷ്ട്രീയതരമായ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിഭയുടെ അടുത്ത് നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. കഴിഞ്ഞില്ലേ കളി? ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അവിടെ ഈ ബേസ് വോട്ടുകളുടെ മുകളിലേക്ക് വോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാഷ്ട്രീയേതരമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വോട്ടുകൾ കൂടി കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി വ്യക്തിപ്രഭാവമുള്ള ആൾ വരണം. അങ്ങനെ വന്നില്ല എങ്കിൽ ഈ ബേസ് വോട്ട് മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ഥാനാർത്ഥി നിർണയം തെറ്റി എന്ന് സ്ഥാനാർത്ഥി തന്നെ നമ്മളോട് പറയുന്നതിന് തുല്യമല്ലേ? അപ്പം അങ്ങനെ ഒരാളിനെ കൊണ്ടുവരാമായിരുന്നു എന്ന ധാരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ അതിനെന്തുകൊണ്ട് ശ്രമിച്ചില്ല? അപ്പോൾ ഞാൻ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതല്ലാതെ ഇപ്പോൾ 10 വോട്ടിന് ഒരാൾ തോറ്റു, ശരി, ആ തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന പോലല്ല. യു ഡിഡിൻ ഗിവ് എ ഫൈറ്റ്. നിങ്ങൾ ഒരു മത്സരിക്കാതെ തന്നെ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഷാഫി പറമ്പിലായിരുന്നു നിങ്ങളുടെ വലിയ ശത്രുവെങ്കിൽ ഷാഫി പറമ്പിലിന് കിട്ടിയിട്ടില്ലാത്ത ഭൂരിപക്ഷമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല. നിങ്ങളും 3-ാം സ്ഥാനത്തുള്ള ആളും തമ്മിൽ 2000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. എവിടെയെങ്കിലും ഒരു 1000 വോട്ട് നമ്മൾ ഇല്ല സിനിമയിൽ പറയുന്ന പോലെ കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ നമ്മളും എഞ്ചിനും തവിടുപൊടി അല്ലേ? ആ സാഹചര്യമാണ് നിങ്ങൾ നേരിട്ടത്. അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപ്സൂളുകൾ നിർമ്മിച്ചുകൊണ്ട് അടിസ്ഥാന വോട്ട് എങ്ങും പോയിട്ടില്ല എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ പാർട്ടി സമ്മേളനം വിളിച്ചാൽ പോരെന്നേ. തെരഞ്ഞെടുപ്പിന് മത്സരിക്കണോ? അടിസ്ഥാന വോട്ടിൻ്റെ ശക്തി പ്രകടനം കാണിക്കാനാണെങ്കിൽ നിങ്ങൾ പാർട്ടി സമ്മേളനം വിളിച്ചാൽ പോരെ. തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങളവിടെ പറയുകയാണ് അയ്യോ അദ്ദേഹം വലിയ ആൾ, പെരിയ മനുഷ്യൻ, അദ്ദേഹം നിൽക്കുന്ന പോലെ ഒന്നും എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിലിയർ അല്ലേന്നേ. അങ്ങനെയാണെങ്കിലും എനിക്ക് അതിനുള്ള പ്രതിഭയൊന്നും ഇല്ല എന്നൊക്കെ ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഷാഫി പറമ്പലിനൊപ്പം യോഗ്യനല്ല എന്ന രീതിയിലത്തേക്ക് സ്വയം അവകാശപ്പെട്ടിട്ടാണോ, അങ്ങനെ ഒരു ലെസർ ക്വാളിറ്റി ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണോ അവിടെ പ്രചരണം നടത്തുക കോൺഗ്രസ്? അതിന് തൊട്ട് മുമ്പ് അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥിയേക്കാൾ മോശമാണ് സരിൻ എന്ന് പറഞ്ഞിട്ടാണോ അവർ ചെയ്യുക? അല്ലോ.
പ്രഗത്ഭനാണെന്നല്ലേ പറയുക. ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷവും പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു നക്ഷത്രമാണെന്നല്ലേ പറയുന്നത്. ഹീസ് എ സ്റ്റാർ എന്ന് പറയുന്ന ആരാണ്? ശ്രീ AK ബാലനാണ്. ആ സമയത്താണ് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞാൻ നിന്നാ ഇതൊന്നും കിട്ടില്ലടാവേ എന്ന് പറയുന്നത്. എന്ത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നിങ്ങളെ നിർബന്ധിച്ച് ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ആളിനോട് പറഞ്ഞുകൂടെ? അത് മനസ്സിലാകാനുള്ള കോമൺ സെൻസ് അവർക്ക് വേണ്ടേ? അതോ അത് അദ്ദേഹം പറയുന്ന സമയത്ത് അല്ല നീ കോൺഗ്രസ് ആണ്, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അങ്ങനെ പറയുന്നവർ മുഴുവൻ കോൺഗ്രസ് ആണ് എന്നൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അതൊന്നുമല്ല. അപ്പോൾ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് കാര്യം അഡ്രസ്സ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ആൾക്കാരെ കോൺഗ്രസ് ആക്കാൻ പോയാൽ, എൻ്റെ പൊന്നു ചേട്ടാ, നമ്മൾ 2017 മുതൽ സ്ഥിരമായിട്ട് വിളി കേട്ടുകൊണ്ടിരിക്കുന്നത് സംഘി 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 എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഈ UDF കാരും LDF കാരും സംഘി സംഘി എന്ന് വിളിച്ചിട്ട് നമ്മൾ അയ്യോ സംഘി കേരളത്തിൽ ടാബു പദമാണ് അതുകൊണ്ട് ഞാൻ ഇനി അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളാരെങ്കിലും മാറി നിന്നു. അങ്ങനല്ല, പറയാനുള്ള അഭിപ്രായം നമ്മൾ നിശ്ചയമായിട്ടും പറയും. ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ പത്രസമ്മേളനങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം പാളിയില്ലേ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ആ ചോദ്യം പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയാനായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രമിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ മറ്റേത് പാർട്ടി ആയാലും ആ പറയുന്നവരോട് ഈ കാര്യം പറഞ്ഞവരെ അങ്ങ് തോപ്പിച്ചാൽ പോരേന്നേ. അല്ലാതെ അവരോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കില്ല, അവരെല്ലാം വേറെ പാളയത്തിലാണ് എന്നൊക്കെ പറഞ്ഞു നിന്നാൽ അത് തോൽവിയാണ് കാണിക്കുന്നത്. നേരത്തെ ഈ സ്ഥാനാർത്ഥികളെ പറഞ്ഞതുപോലെ നിങ്ങൾ കൺസീഡ് ചെയ്യുകയാണ്. അങ്ങനെ കൺസീഡ് ചെയ്യരുത്. എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എഴുതി വെച്ചോ നമ്മളിവിടെ ജയിക്കും എന്നാണ്. ചേട്ടാ, ഇത്തവണ എഴുതി വെച്ചതല്ലേ? BJP സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിൽ എഴുതി വെച്ചതല്ലേ ഇത്തവണ ഞങ്ങൾ ജയിക്കും, മൂന്നാമത് UDF എന്ന് എഴുതി വെച്ചതല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ 2026 എഴുതാൻ പോകുന്നത്? അങ്ങനെ എഴുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റൻറ്റ് വേണം. എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥിയാണ് ചേരുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ വയനാട് മണ്ഡലം UDFൻ്റെ കോട്ടയാണ് എന്ന് പറയപ്പെടുന്ന മണ്ഡലം. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി അല്ല, പ്രിയങ്ക ഗാന്ധി അല്ല, മറ്റൊരു നേതാവാണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും ഈ വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ജയിച്ചു പോകും. മറ്റ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ ഭൂരിപക്ഷം ചിലപ്പോൾ അപ്പോഴും കിട്ടും. അതിനർത്ഥം ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ആ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല, പാർട്ടിയെ നോക്കിയ ആൾക്കാർ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം അത്രത്തോളം പാർട്ടി ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. പക്ഷേ അതല്ലാത്ത ഒരു മണ്ഡലത്തിലോ, വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം, അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മത്സരിക്കുന്നേ, അത് പറയുന്നേ. അത് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാനുള്ള ആംബിയർ കാണിക്കണം. അപ്പോഴാണ് നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു നേതാവായി മാറുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് തോറ്റു ഇനി എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത് എന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയ സമീപനമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയ വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാണ്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും അവസാനം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഈ നമ്മുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ, BJPയുടെ കേന്ദ്ര ഈ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ മുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള BJPയുടെ പ്രവർത്തകർ അടിത്തട്ടിൽ വർക്ക് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കേസുകൾ നടത്തി ഒക്കെ പണിയെടുത്ത് ഓരോ തവണ ഈ പാർട്ടി വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന പ്രവർത്തകർക്ക് മുന്നിൽ ഒരു പക്ഷം ആളുകൾ വരുന്ന നേതാക്കന്മാർ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവർക്ക് വേണ്ട ആളുകളെ മാത്രം തിരികെ കയറ്റുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, എന്നിട്ട് നല്ല നേതാക്കന്മാരെയൊക്കെ ഒതുക്കുക, ജനപ്രീതിയുള്ള ആളുകളെ മാറ്റി നിർത്തുക. ഈ കാര്യങ്ങളിൽ കൂടി നല്ല മാറ്റം വരേണ്ടതല്ലേ? കേവലം കെ സുരേന്ദ്രൻ മാത്രം മാറിയത് കൊണ്ട് ഇത് മാറുമോ? ഈ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള, യുവരാജ് ഗോകുൽ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന പുതിയ നേതാക്കന്മാർ, ശങ്കുട്ടി ദാസ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇത്തരം നേതാക്കന്മാരെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുതിയ ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ജേക്കബ് തോമസിനെ പോലെ, അതുപോലെ തന്നെ പിന്നെ ശ്രീവിദ്യയെ പോലെ, DGP ശ്രീവിദ്യയെ പോലെയുള്ള പുതിയ ആളുകൾ, സെൻകുമാറിനെ പോലുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുകൾ കൂടെ ഉപയോഗപ്പെടുത്തി BJPയെ ഒന്ന് നവീകരിച്ച് പുതിയൊരു നേതൃത്വം ഉയർന്നു വരേണ്ട ആവശ്യകത അണികൾ വിളിച്ചു പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആവശ്യമല്ലേ? ചുരുങ്ങിയ വാക്കുകളിൽ അണികൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അണികൾക്ക് ആവശ്യമുണ്ട്. അണികൾ തന്നെയാണ് ഇവിടുത്തെ BJPയെ KJP എന്ന് വിളിക്കുന്നത്, മറ്റു പാർട്ടിക്കാരല്ല. ഞാൻ ഇന്നേവരെ കരുതുന്നില്ല ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ CPMകാരോ വന്നിട്ട് KJP എന്ന് അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. KJP എന്നുള്ള പദം ഇൻവെൻറ്റ് ചെയ്തിട്ട് അതിനെ ഉപയോഗിക്കുന്നത്, ഇവിടെ നടപ്പാക്കുന്നത് BJPക്കാർ തന്നെയാണ്. കാരണം കേന്ദ്രത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP എങ്ങനെ പ്രവർത്തിക്കുന്നോ
അതുപോലെയല്ല ഇവിടുത്തെ BJP പ്രവർത്തനം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെയുള്ള BJP പ്രവർത്തകരിലും അനുഭാവികളിലും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അതിന് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു നേതൃത്വം ഉണ്ടാകണം. അതിപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമാണ് എന്നുള്ളതല്ല. അദ്ദേഹം ചിന്തിക്കുന്നത് തെറ്റായിട്ടാണ് എങ്കിൽ ആ ചിന്ത തെറ്റാണെന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകണം. പ്രസിഡന്റ് തീരുമാനിക്കുന്നത് എന്തോ അതാണ് പാർട്ടിയുടെ നയമെന്നോ, പ്രസിഡന്റിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് പാർട്ടിയുടെ ഉദ്ദേശമെന്നോ ഉള്ള രീതിയിലത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒരാളെ കോൺഗ്രസ് എന്ന് വിളിച്ചാൽ മറ്റുള്ളവരും കോൺഗ്രസ് എന്ന് വിളിക്കും. ആരെങ്കിലും പ്രസിഡന്റിനെ വിമർശിച്ചാൽ ആ വിമർശിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാവരും കൂടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. ഇതാണിപ്പോൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. വിമർശനങ്ങളിൽ എന്തെങ്കിലും കാതലായിട്ടുള്ള കാര്യമുണ്ടോ, നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നിരന്തരം ചർച്ചയാക്കി ആ ചർച്ച കൊണ്ടാണ് നിങ്ങളൊരു ദിശാബോധം ഒരു പാർട്ടിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സുരേന്ദ്രൻ മാറിയില്ല എങ്കിൽ പോലും സുരേന്ദ്രൻ്റെ പുതിയൊരു സമീപനം സ്വീകരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന പേരുകാരെയോ ഇനി അതല്ലാത്ത മറ്റേതെങ്കിലും പേരുകാരെയോ ഒക്കെ തന്നെ സഹകരിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം എന്നതിനെപ്പറ്റി ചിന്തിച്ചതിന് ശേഷം ഒരു പദ്ധതി ഉണ്ടാക്കുക. ആ പദ്ധതി ഉണ്ടാക്കി നടപ്പാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് അണികളുടെ ഇടയിലെങ്കിലും സ്വീകാര്യത കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 8 കൊല്ലമായിട്ടുള്ള ബേസ് വോട്ട് ഇത്രയേ ഉള്ളൂ, കൂടിയിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള മുടന്തൻ ക്യാപ്സൂളുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നല്ല രീതിയിലത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകടനത്തിനെ തന്നെ വിലയിരുത്താനായിട്ട് ആൾക്കാരോട് പറയാൻ കഴിയും. ഞാനിവിടെ കാണുന്നത് സുരേന്ദ്രൻ രാജിവെക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന 2 പേരാണ്. അതിലൊന്ന് ജാവദേക്കറും ഒന്ന് സന്ദീപ് വാര്യരുമാണ്. ഈ 2 പേരും ഇത് പറയുന്ന ഒരേ അർത്ഥത്തിലാണോ എന്ന് എനിക്ക് അറിയില്ല സത്യമായിട്ടും. കാരണം ഇതൊക്കെ തന്നെ നോക്കേണ്ടുന്ന, ഈ കാര്യത്തിലെല്ലാം ഒരു ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടുന്ന ഒരാൾ കൂടിയാണ് പ്രകാശ് ജാവദേക്കർ. പ്രഭാരി എന്നുള്ള ഒരു പദം, ഈ ലോക്കലായിട്ടുള്ള പ്രഭാരി എന്ന് പറയുന്നത് മറ്റേ രഘുനാഥാണ് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു. അദ്ദേഹത്തിനെതിരെ ആൾക്കാർ പറയുന്നു. പ്രകാശ് ജാവദേക്കർ പറയുന്ന പ്രസ്താവനകളൊക്കെ തന്നെ ഈ നിലയ്ക്കും. അപ്പോൾ ഇതിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്ന കേന്ദ്ര BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പങ്ക് ഇതിലുണ്ട്. സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പങ്ക് കേന്ദ്ര BJPക്കും ഉണ്ട്. കാരണം കേന്ദ്ര BJP ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി അവർ ചോദിക്കണ്ടേ? സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പ്രഭാരി വന്നിരുന്ന് പറയുകയാണ് അയാൾ ഇവിടുത്തെ ഒന്നുമല്ല, ഹീസ് നോട്ട് എ പ്രോമിനൻറ്റ് ലീഡർ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രോമിനൻ്റ് അല്ലാത്ത ലീഡർമാരെയാണോ സാർ നിങ്ങളുടെ സംസ്ഥാന സമിതിയിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാന സമിതിയിൽ 180 അംഗങ്ങളുണ്ടെങ്കിൽ ബാക്കി 179 പേരും പ്രോമിനൻ്റ് അല്ലാത്തവർ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താ, അല്ലേ? അപ്പോൾ ഇവിടെ ഇടപെടേണ്ടത് ആരാണ്? കേന്ദ്ര നേതൃത്വമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് പോകും. 3 പേരുടെ ലിസ്റ്റ് അയക്കുന്നു. ഈ 3 പേരിൽ നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? 3-മത്തെ ആളിനും വയ്യായിരുന്നു, അയാളെ ലാസ്റ്റ് വരെ ഞങ്ങൾ നിർബന്ധിച്ച് ചേട്ടൻ മത്സരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ശ്രീ സുരേന്ദ്രൻ നമ്മളോട് പറയുകയാണ്, മാധ്യമങ്ങളോട് പറയുകയാണ്. അദ്ദേഹം പറയുന്നത് നോട്ട് ഒപ്പം വെച്ചിരിക്കുന്നതിനകത്ത് പറഞ്ഞ 2 പേര് താല്പര്യമില്ലാത്തവരാണ്. എന്നിട്ട് ആരാ ഇത് പരിഗണിക്കുന്നത്? JP നഡ്ഡ, നരേന്ദ്രമോദി, അമിത്ഷായൊക്കെയാണ് പരിഗണിക്കുന്നതെന്ന് പറയുന്നത്. ഈ കത്ത് കിട്ടുന്നതെന്ന് തുറന്നു നോക്കുമല്ലോ. തുറന്നു നോക്കുമ്പോൾ 3 പേര് കാണുമല്ലോ. അതിനോടൊപ്പം വേറൊരു കത്തൂടെ വെച്ചിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് 2 പേർക്ക് താല്പര്യമില്ല എന്ന്. അപ്പോൾ ഇവരെന്താ പറയണ്ടേ? മോനെ സുരേന്ദ്ര, പോയിട്ട് പറ്റുന്ന 3 ആൾക്കാരുടെ ലിസ്റ്റ് കൊണ്ടുപോവാ, ഞങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്ന് പറയാനൊരു ഉത്തരവാദിത്വം അവർക്കും ഉണ്ടല്ലോ. അല്ലാതെ നരേന്ദ്രമോദിയും അമിത്ഷായും JP നഡ്ഡയും തീരുമാനിച്ചത് ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഒറ്റ പേരാണ്, അല്ലെങ്കിൽ 2 പേര് വേറെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നേ. ഈ നിലയ്ക്കാണോ BJP മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം? ആലോചിച്ച് നോക്ക്. മറ്റ് പല സ്ഥലങ്ങളിലും BJP കാര്യമായിട്ട് ജയിച്ചു വന്നിരിക്കുന്ന സമയത്ത് ഈ വരുന്ന ലിസ്റ്റുകളെപ്പറ്റി സംസാരമുണ്ടായി, ചർച്ചയുണ്ടായി, വെട്ടിത്തിരുത്തി ഒക്കെയാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇവർ ഇത്രയൊക്കെ തന്നെ കേരളത്തിലെ BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ അവർക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സുരേന്ദ്രനെ ഒറ്റയ്ക്കാരും ഇങ്ങനെ നടുക്കടലിലേക്ക് എറിഞ്ഞിട്ട് ഇദ്ദേഹമാണ് ഇതിൻ്റെ പാപമെല്ലാം പേർന്നത് എന്നൊന്നും പറയണ്ട. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, ജില്ലാ ഘടകത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര BJPക്കും അവരുടെ പ്രഭാരി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, അത് ലോക്കൽ പ്രഭാരിയാണെങ്കിലും ദേശീയ പ്രഭാരിയാണെങ്കിലും ഈ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. പിന്നെ പാവം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനോടായിരിക്കും ചോദിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് വലിയ ചോദ്യങ്ങൾ ഉണ്ടാവില്ല, എന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യേണ്ടത് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളിലാണ്. അത് പറയുന്നയാൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ അത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ അത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം BJPയിലെ തെറ്റുകൾ അണികളടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റുകൾ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. അതിനാരെയും ശത്രുവായിട്ട് കണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്തു തന്നെയായാലും BJPയിലെ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നതൊക്കെ ഈ ഒരു സംഭവത്തോടു കൂടിയെങ്കിലും, ഈ ഒരു തെരഞ്ഞെടുപ്പോടു കൂടിയെങ്കിലും BJPക്ക് മൊത്തമായി മനസ്സിലായി ഒരു തിരുത്തൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.